ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ എല്ലാവരും മഞ്ചാടിക്കുരു പറക്കുകയാണ്. ആ സമയത്ത് വന്ദനയാണെങ്കിൽ മനോജിനോട് പറയുന്നുണ്ട്, നീയും പോയി പറക്കിക്കൂടെ, നിനക്ക് കുറച്ച് മനസ്സമാധാനമെങ്കിലും കിട്ടുമെന്നൊക്കെ പറയുന്നു. നിത്യയും ഹരിയും മഞ്ചാടിക്കുരു പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മാവൻ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുകയാണ്. സ്വർണ്ണ മഞ്ചാടിക്കുരു ഒരുമിച്ച് നിത്യയും ഹരിയും കാണുകയാണ്. നിത്യ അത് തൊടുമ്പോഴേക്കും ഹരി അത് എടുക്കുന്നുണ്ട്. നിത്യ അപ്പോൾ ഹരിയോട് പറയുന്നുണ്ട്, അത് ഞാനാണ് ആദ്യം തൊട്ടത്, അത് എനിക്ക് തരാനെന്ന് പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാനാണ് ആദ്യം എടുത്തതെന്നൊക്കെ. ഹരി പൂജാരിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അവകാശമുള്ളതാണെന്ന്. നിങ്ങൾ രണ്ടുപേരും ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണെന്നൊക്കെ പറയുന്നു. ശേഷം വീണ്ടും പൂജ തുടങ്ങുകയാണ്. പൂജാരി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ തലയ്ക്ക് ചുറ്റുമായിട്ട് ഒരു ഗരുഡൻ ചുറ്റുന്നുണ്ടെന്ന്, അതെപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നൊക്കെ പറയുന്നു. തിരുമേനി പറയുന്നുണ്ട്, ശത്രുദോഷമുണ്ട്, കുടുംബത്തിന് നല്ല സമയമല്ലെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അവിടേക്ക് മനോജ് പൈസ വാങ്ങിയ ആളും ഗുണ്ടകളും വരുന്നുണ്ട്. തിരുമേനി പറയുന്നുണ്ട്, യാഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ഫലമുണ്ടാകുമെന്നൊക്കെ. അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട്, നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നിന്റെ വിവാഹം നടക്കാനെന്നൊക്കെ. ജീവൻ അമ്പലത്തിലേക്ക് നടന്നു വരുന്ന സമയത്ത് വന്ദനയും ഫാമിലിയും തേടി വരുന്ന ഗുണ്ടകളെ തട്ടുന്നുണ്ട്. ജീവൻ സോറി പറയുന്നുണ്ട്. ഗുണ്ടകൾ അപ്പോൾ കേൾക്കുന്നില്ല. നിന്റെ സോറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ജീവനോട് ഉടക്കുന്നുണ്ട്. ജീവനും അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്നെ വെറുതെ വിടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ജീവൻ പഴയ സൈക്കോ സ്വഭാവത്തിൽ തന്നെ അവരെയെല്ലാം അടിച്ചിടുകയാണ്. എല്ലാരെയും അടിച്ചിട്ടിട്ട് ജീവൻ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്നു. എല്ലാവരെയും യാഗത്തിന് പങ്കെടുക്കാനായിട്ട് വിളിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ സുചിത്രയോട് പ്രകാശൻ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, പൈസയൊന്നും ചെലവാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. പ്രകാശൻ പറയുന്നത് കേട്ടുകൊണ്ട് മാധവനും ചന്ദ്രികയും വരുന്നുണ്ട്. മാധവൻ പ്രകാശനെ വഴക്ക് പറയുന്നുണ്ട്, നീ ഒരു പൈസയും ചെലവാക്കണ്ട, യാഗത്തിൽ വന്ന് കുത്തിയിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും പുണ്യം കിട്ടിയാൽ നീ എടുത്തോളാൻ എന്നൊക്കെ പറയാണ്. നിനക്ക് ഞാൻ അടി തരണ്ടെന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് വന്നോണമെന്നൊക്കെ പറഞ്ഞിട്ട് മാധവനും ചന്ദ്രികയും പോകുന്നു. സുചിത്ര പ്രകാശനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം മനോജ് അങ്ങനെ മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് മനോജിന് പൈസ കൊടുത്ത ആളും ഗുണ്ടകളും അവിടേക്ക് വരുന്നത് കാണുന്നുണ്ട്. ഗുണ്ടകളെ കാണുമ്പോൾ മനോജ് ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. അവർ ഇവിടെയും എത്തിയോന്നൊക്കെ വിചാരിക്കാണ്. മനോജിന്റെ അടുത്തേക്ക് ഹരിത വരുന്നുണ്ട്. ഹരിത പറയുന്നുണ്ട്, യാഗത്തിന് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് പങ്കെടുക്കേണ്ടത്, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഹരിത വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. തിരുമേനി യാഗത്തിലെത്തി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുള്ളവർ ഒരുമിച്ച് തന്നെ ഇരുന്നോളാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. അതേ സമയത്ത് വന്ദന മാറി നിന്ന് വിഷമിക്കുകയാണ്. താലിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അത് ജഗൻ കാണുന്നുണ്ടായിരുന്നു. വന്ദനയും യാഗത്തിലേക്ക് വന്ന് ഇരിക്കുകയാണ്. അവിടേക്ക് ജഗനും വരുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്